ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നിർദ്ദേശം 2019 ബിജെപിയുടെ പ്രകടനപത്രികയുടെ ഭാഗമായിരുന്നു. എന്നാൽ ഭരണഘടനാ വിഷയങ്ങളിൽ ചുവപ്പ് കൊടി ഉയർത്തിയ പ്രതിപക്ഷത്തിൽ നിന്ന് കനത്ത വിമർശനം ഉയർന്നു. എന്താണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്? ലളിതമായി പറഞ്ഞാൽ എല്ലാ ഇന്ത്യക്കാരും ലോക്സഭ, അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ കേന്ദ്ര സംസ്ഥാന പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിന് ഒരേ സമയം അല്ലെങ്കിലും ഒരേ വർഷം തന്നെ വോട്ട് ചെയ്യും. നിലവിൽ രാജ്യം പുതിയ കേന്ദ്ര ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കുന്ന അതേ സമയം തന്നെ പുതിയ സംസ്ഥാന സർക്കാരിന് വേണ്ടി വോട്ട് ചെയ്യുന്ന ചിലരുണ്ട്. ഏപ്രിൽ, മെയ് മാസങ്ങളിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അതേ സമയത്ത് തന്നെ വോട്ട് ചെയ്യാനിരിക്കുന്ന ആന്ധ്രാപ്രദേശ്, സിക്കിം, ഒഡീഷ എന്നിവയാണ് ഈ ചുരുക്കം ചിലർ. മഹാരാഷ്ട്രയും ഹരിയാനയും ഈ വർഷാവസാനം വോട്ട് ചെയ്യും. ജാർഖണ്ഡ് പോലെ ജമ്മു കശ്മീർ കേന്ദ്രഭരണ പ്രദേശം 6 വർഷത്തിനുള്ളിൽ അതിന്റെ ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 30 മുമ്പ് നടത്തണം. സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിനുള്ള സമീപകാല സുപ്രീം കോടതി ഉത്തരവിന് അനുസൃതമായി ബാക്കിയുള്ളവർ സമന്വയിപ്പിക്കാത്ത 5 വർഷത്തെ ചക്രം പിന്തുടരുന്നു. ഉദാഹരണത്തിന് കർണാടക, മധ്യപ്രദേശ്, രാജസ്ഥാൻ, തെലങ്കാന എന്നിവ കഴിഞ്ഞ വർഷം വ്യത്യസ്ത സമയങ്ങളിൽ വോട്ട് ചെയ്തവരിൽ ഉൾപ്പെടുന്നു. രാജ്യത്തിന്റെ വലിപ്പവും പ്രദേശങ്ങൾ തമ്മിലുള്ള വിശാലമായ ഭൂപ്രകൃതിയും സാംസ്കാരികവുമായ വ്യത്യാസങ്ങൾ കണക്കിലെടുത്ത് ലോജിസ്റ്റിക്, ഫിനാൻഷ്യൽ മുതൽ ആശയപരവും ഭരണഘടനാപരവും നിയമപരവും പ്രായോഗികവും വരെ തിരഞ്ഞെടുപ്പ് ചക്രങ്ങൾ മാറ്റുന്നതിനും സമന്വയിപ്പിക്കുന്നതിനും നിരവധി വെല്ലുവിളികളുണ്ട്. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് എന്ന് നിർബന്ധിക്കുന്നത്? കഴിഞ്ഞ വർഷം രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ സർക്കാരിന്റെ യുക്തിയുടെ രൂപരേഖ നൽകുകയും സാധ്യമായ ചില തടസ്സങ്ങൾ പട്ടികപ്പെടുത്തുകയും ചെയ്തു. എല്ലാ വർഷവും നിരവധി തവണ പോളിംഗ് ഉദ്യോഗസ്ഥരെയും സുരക്ഷാ സേനയെയും വിന്യസിക്കുന്നത് വെട്ടിക്കുറക്കുകയും പൊതു ഖജനാവും രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രചാരണത്തിന് ചെലവ് കുറക്കുകയും ചെയ്യുന്നതിനാൽ ഒരേസമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സാമ്പത്തിക ലാഭത്തെ പ്രതിനിധീകരിക്കുമെന്ന് മേഘ്വാൾ പാർലമെന്റിനോട് പറഞ്ഞു. അസമന്വിത വോട്ടെടുപ്പുകൾ അർത്ഥമാക്കുന്നത് പെരുമാറ്റച്ചട്ടം ഇടയ്ക്കിടെ പ്രാബല്യത്തിൽ തുടരുന്നു. ഇത് കേന്ദ്രമോ സംസ്ഥാനമോ ആകട്ടെ ക്ഷേമ പദ്ധതികളുടെ റോൾ ഔട്ടിനെ ബാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒറ്റത്തവണയുള്ള തിരഞ്ഞെടുപ്പ് വോട്ടർമാരുടെ പോളിംഗിനെ മെച്ചപ്പെടുത്തുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. ഇത് നിലവിൽ ഓരോ സംസ്ഥാനത്തിനും പൊതുതിരഞ്ഞെടുപ്പിനും കാര്യമായ വ്യത്യാസമുണ്ട്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എങ്ങനെ പ്രവർത്തിക്കും? ഭരണഘടനാ ഭേദഗതി കൂടാതെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗവൺമെന്റുകളും അതുപോലെ തന്നെ ഒരുപക്ഷെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും ആ ഭേദഗതി അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നത് 5 ആർട്ടിക്കിളുകൾ ഭേദഗതി ചെയ്യുന്നതിലൂടെ ഇന്ത്യയുടെ ഫെഡറൽ ഘടനയെ ലംഘിച്ചുവെന്നാരോപിച്ച് ആക്രമണത്തിന് നിർദ്ദേശം തുറന്നുകൊടുക്കുമെന്ന് നിയമവിദഗ്ധർ മുന്നറിയിപ്പ് നൽകി.